ആരാണ് പോലീസ്? ആത്മീയപരമായുള്ള ചോദ്യമാണ്. ഭൗതികപരമായ ഉത്തരമാണെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നേക്കാൾ വളരെ മനോഹരമായി ജെമിനി പറഞ്ഞു തരും. സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കുക. എൻ്റെ ചോദ്യം ആരാണ് പോലീസ്? ആത്മീയപരമായ ചോദ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആത്മീയതയ്ക്ക് യാതൊരു വിലയുമില്ലെന്ന് പറയാൻ കഴിയില്ല. 10 വയസ്സായ പെൺകുട്ടിയുടെ മുമ്പിൽ പോലും നഗ്നനായി അഘോരി സന്യാസിമാരി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ മതമുണ്ട്, വിശ്വാസമുണ്ട്, ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്, ദൈവസങ്കല്പങ്ങളുണ്ട്, എല്ലാമുണ്ട്. കേരളത്തിൽ പതിവല്ലാത്തൊരു കാഴ്ച കണ്ടതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറഞ്ഞു. കുട്ടികൾ എങ്ങനെ വഴി നടക്കും എന്നതിലാണ് കുട്ടികളുടെ മന്ത്രിയപ്പൂപ്പൻ കൂടിയായ എതിർ സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയുടെ ഉത്കണ്ഠ. 10 വയസ്സുള്ള കുട്ടി, ആ കുട്ടിയുടെ മുന്നിൽ ഇത് ഇങ്ങനെ അവതരിപ്പിക്കാൻ സമ്മതിക്കൂ? ഗവൺമെൻറ്റിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണോ ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളും ഉള്ളത്? അല്ലല്ലോ. പോലീസും ജഡ്ജിയും ശാസ്ത്രജ്ഞന്മാരും ഡോക്ടറും ഈ ലോകത്തിൻ്റെ നാനാവിഭാഗത്തിലുള്ള ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ വരുമാനത്തിന് വേണ്ടി മാത്രമല്ല. അവിടെ നമ്മൾ എന്തും മനസ്സിലാക്കണം. ഞാൻ പറയുമ്പോൾ മാത്രം ദൈവമില്ല, സാത്താനില്ല, അത് ആര് പറഞ്ഞാലും ഒരു ഇരട്ടത്താപ്പിനായും തോന്നുന്നില്ലേ? തീർച്ചയായും ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ന്യായമായ മനസ്സാക്ഷി തുറന്ന ചോദ്യമാണ്. ആത്മീയപരമായി ആരാണ് പോലീസ് ആണ് എൻ്റെ ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനെ തൂക്കിക്കൊല്ലാനായിരുന്നാലും വെറുതെ വിടാനായാലും അതിനുള്ള അധികാരം ജഡ്ജിക്കാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ജഡ്ജി. കാര്യം, ഒരു മനുഷ്യനെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഒക്കെ അധികാരം ഏറ്റവും കൂടുതലുള്ളത് ദൈവത്തിനാണ്. ദൈവമില്ലാന്ന് അങ്ങനെ ആർക്കും പൂർണ്ണമായും പറഞ്ഞൊഴിയാൻ സാധ്യമല്ല. ഞാൻ ഉദാഹരണമായി നേരത്തെ പറഞ്ഞു, 10 വയസ്സായ പെൺകുട്ടിയുടെ മുമ്പിൽ പോലും അഘോരി സന്യാസിമാരൊക്കെ നടക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അതൊക്കെ ദൈവമില്ല, പിശാചില്ല എന്ന് പറയുന്ന വ്യക്തികളെ സംബന്ധിച്ച് അനുവദിക്കാൻ കഴിയുമോ? പോലീസ് പോക്സോ കേസ് വല്ല എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിനൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒരു എന്താ പറയുക, അവർക്കൊരു സംരക്ഷണം കൊടുക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, കണ്ടിട്ടും കാണാത്ത ഭാവത്തിലുള്ള ഒരു ഭാഗമൊക്കെ കോടതികളിൽ നിന്നുണ്ട്. അതില്ലെന്ന് പറയാൻ കഴിയത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരങ്ങനെ നടക്കത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ജഡ്ജി എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥാനം ആർക്കാണ്? ദൈവദൂതന്മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ ജഡ്ജിയുടെ തൊട്ട് താഴെയുള്ള ആരാണോ? പോലീസുകാരാണ്. അപ്പോൾ ആത്മീയപരമായി നമ്മളവിടെ വിവേചിച്ച് മനസ്സിലാക്കുമ്പോൾ പോലീസുകാരെന്ന് പറയുന്നത് ദൈവദൂതന്മാരാണെന്ന് മനസ്സിലാക്കണം. പലതരത്തിലുള്ള പോലീസുകാരുണ്ട്. ദൈവവിശ്വാസമുള്ളവരുമുണ്ട്, ദൈവവിശ്വാസമില്ലാത്തവരുമുണ്ട്. ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന പോലീസുകാർ പോലും ചിലപ്പോൾ യഥാർത്ഥ ദൈവത്തെ ആയിരിക്കില്ല അവർ വിശ്വസിക്കുന്നുള്ള പോരായ്മയും അവിടെ ഉണ്ട്. ദൈവത്തെ നിഷേധിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അവർക്ക് തോൽക്കേണ്ടി വരും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ജെമിനി എന്താണ് പറഞ്ഞത്? പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും മാനവിമാനത്തിനുമൊക്കെ സംരക്ഷണം നൽകുന്ന, നീതിന്യായവും സമാധാനമൊക്കെ നൽകുന്ന കാവൽക്കാരാണ് പോലീസുകാർ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചോദ്യം, ബൈബിളിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ദൈവം നഗരം കാക്കുന്നില്ലെന്നുണ്ടെങ്കിൽ കാവൽക്കാർ വൃഥാവിലാണ്. അതിലേതാണ് ശരി? കേരളത്തിലെ മൊത്തം പോലീസ് വിചാരിച്ചാലും കേരളത്തിൽ മാത്രം ഒരു ദിവസം ഒരു കുറ്റകൃത്യം പോലും സംഭവിക്കാതിരിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല എന്ന് ആ യാഥാർത്ഥ്യം ആദ്യം സമ്മതിച്ചേ പറ്റൂ. അവിടെ പോലീസിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ആദ്യം ദൈവത്തെക്കുറിച്ച് ആ ഒരു വിശ്വാസം, ആ ഒരു അനുസരണം തീർച്ചയായും ഉണ്ടാവണം. അത് കഴിഞ്ഞ് എന്താണ് ഉണ്ടാവേണ്ടത്? സാത്താനെക്കുറിച്ച് തീർച്ചയായും ബോധമുണ്ടായിരിക്കണം. അല്ലാതെ പോലീസിനെ പട്ടാളത്തിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രം കുറ്റകൃത്യങ്ങൾ സംഭവിക്കില്ല എന്ന് പറയാൻ സാധ്യമല്ല. ഇനി പറയാനുള്ളത്, എൻ്റെ അനുജൻ മറ്റുള്ളവർക്കൊക്കെ ഒരു മാനസിക രോഗിയാണ്, ഡോക്ടർക്കും സമൂഹത്തിനും പോലീസുകാർക്കും ഒക്കെ. എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒന്നുകിൽ ദൈവം ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടി അവനങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പൈശാചികമായ ശക്തി അവനിൽ ഭരിക്കുന്നതുകൊണ്ട്. അതൊക്കെ എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നൊക്കെ ആ ഭാഗം ഞാനിവിടെ വിവരിക്കുന്നില്ല. പക്ഷേ ബൈബിളിൽ ന്യായാധിപന്മാർ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആ ഭാഗം മാത്രം വലിച്ചേറിയതിനെക്കുറിച്ച് പോയിൻ്റ് 1, ബൈബിളിൽ ഇത്രയേറെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും വളരെ കൃത്യമായി ന്യായാധിപന്മാർ എന്ന് പറയുന്ന ഭാഗം, ജഡ്ജസ്, ആ ഭാഗം തന്നെ കൃത്യമായി വലിച്ചു കീറണമെങ്കിൽ അത് കേവലം യാദൃച്ഛ്യമെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? പോയിൻ്റ് 2, ബൈബിൾ വലിയൊരു പുസ്തകമാണ്. 1000-ലധികം പേജുകൾ വരുന്ന ബൈബിളിൽ നിന്നൊരു പ്രത്യേക ഭാഗം മാത്രം തിരഞ്ഞെടുത്ത് വലിച്ചു കീറണമെങ്കിൽ അത് അബദ്ധമല്ല, മറിച്ച് ലക്ഷ്യബോധത്തോടുള്ള ഇൻറ്റൻഷണൽ പ്രവൃത്തിയാണ്. പോയിൻ്റ് 3, ഒരാൾക്ക് ഭ്രാന്തുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് തോന്നിയ രീതിയിലൊക്കെ അയാൾ പേജുകൾ വലിച്ചു കീറും. എന്നാൽ 1189 അധ്യായങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിൽ നിന്ന് ന്യായാധിപന്മാർ എന്ന് പറയുന്ന ഭാഗം മാത്രം വലിച്ചു കീറണമെങ്കിൽ അതിലൊരു സന്ദേശമോ ലക്ഷ്യമോ തീർച്ചയായും ഉണ്ടാവും. പോയിൻ്റ് 4, ന്യായാധിപന്മാർ എന്ന് പറയുന്ന ഭാഗം അത് നീതി നടപ്പിലാക്കുന്നവരെ, വിധി കൽപ്പിക്കുന്നവരെ ഉദ്ദേശിക്കുന്ന ഭാഗമാണ്.
ഞങ്ങളെ സംബന്ധിച്ച് ഓരോ ദിവസവും നീതി ലഭിക്കേണ്ട സാഹചര്യം തീർച്ചയായും ഉണ്ടാകുന്നുണ്ട്. നീതിയെയും ന്യായവിധിയെയും പ്രതിപാദിക്കുന്ന ആ ഭാഗം തന്നെ വലിച്ചു കീറുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഷാജിൻ്റെ സന്തതികളെ സംബന്ധിച്ച് നീതിപീഠത്തെയോ നിയമത്തെയോ ഭയപ്പെടണ്ടെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കില്ലെന്നുള്ള പൈശാചികമായ വെല്ലുവിളിയാണ് അവനെ ബൈബിളിൽ ന്യായാധിപന്മാരെന്ന് പറയുന്ന ഭാഗം വലിച്ചേറി കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പോയിന്റ് 5, ബുദ്ധിശൂന്യമായ പ്രവൃത്തിയും ബുദ്ധിപൂർവമായ ലക്ഷ്യവും ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. ഭ്രാന്തെന്ന് പറയുന്നത് ബുദ്ധിശൂന്യമായ പ്രവൃത്തിയാണ്. എന്നാൽ ഒരു പ്രത്യേക പേജ് തിരഞ്ഞെടുത്ത് വലിച്ചു കീറണമെങ്കിൽ കൃത്യമായ ബുദ്ധി ഉണ്ടാവണം. എൻ്റെ അനുജൻ്റെ പ്രവൃത്തി ഭ്രാന്തമാണെന്നൊക്കെ തോന്നാമെങ്കിൽ അതിൻ്റെ പിന്നിൽ പൈശാചികമായ ശക്തിയുടെ പ്രേരണയുണ്ട്. ഒരു ഭ്രാന്തന് ഒരിക്കലും ഇൻഡെക്സ് നോക്കി ഒരു പ്രത്യേക വിഷയം അങ്ങനെ നശിപ്പിക്കില്ല. നിങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇത് കേവലം ഒരു പുസ്തകം വലിച്ചു കീറൽ മാത്രമാണ്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ന്യായം, നീതി, സമാധാനം ഇതൊന്നും പോലീസുകാരിൽ നിന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ പാടില്ല. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മാത്രമേ പ്രതീക്ഷിക്കാവൂ. പോലീസുകാരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ അടുത്ത കാലത്തായി ഒരു വനിതാ പോലീസ് ഓഫീസർ റെയിൽവേ സ്റ്റേഷനിൽ വേഷം മാറി നടന്ന സമയത്ത് 3 മണിക്കൂറിനുള്ളിൽ 40 പൂവാലന്മാർക്കെതിരെയാണ് നടപടിയെടുത്തിട്ടുള്ളത്. 16 വർഷത്തിനിടയിൽ എത്രയോ 3 മണിക്കൂറുകൾ അതിനിടയിലുണ്ടായി. അത്തരം വ്യക്തികൾ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലല്ലോ, ഞാൻ താമസിക്കാൻ പോകുന്ന ഓരോ ദേശത്തുമുണ്ട്. പക്ഷേ അവിടെയുള്ള പോലീസുകാരെ സംബന്ധിച്ച് ഞാൻ താമസിക്കുന്ന ദേശത്തുള്ള എല്ലാ വ്യക്തികളും നല്ലവരാണ്, ഞാൻ മാത്രമാണ് മോശം. ന്യായമായ ഒരു ചോദ്യം ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. ദൈവത്തെക്കുറിച്ചും സാത്താനെക്കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. നിങ്ങൾ പോലീസുകാരെ സംബന്ധിച്ച് പൈശാചികമായ ശക്തി ഭരിക്കില്ല, പോലീസുകാരെ കണ്ടാൽ സാത്താന് ഭയങ്കര ഭയമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ചിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ ചിരിക്കും, ലോകത്തുള്ള വ്യക്തികൾ ചിരിച്ചില്ലെങ്കിൽ പോലും. എനിക്ക് പറയാനുള്ളത് 16 വർഷത്തിനിടയിൽ ആർക്കെങ്കിലും എതിരെ ഒരു നടപടിയെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പറയുന്ന കാര്യത്തിൽ അല്പമെങ്കിലും സത്യമുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇവ ഭയങ്കര വലിച്ചു കീറുന്ന വ്യക്തിയല്ലേ, നിൻ്റെ ഭാഗത്തല്ലേ തെറ്റ്. നമ്മുടെ വീടിന് ചുറ്റും മലമൂത്ര വിസർജന കേന്ദ്രമായിട്ടുള്ള പൊതു കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുകയാണ് കുറേ ആൾക്കാർ. നിങ്ങളത് അനുവദിക്കുമോ? നിങ്ങളത് അനുവദിക്കത്തില്ല. നമ്മുടെ വാഹനത്തിൻ്റെ അടുക്കൽ വന്ന് ഏതെങ്കിലും വിവേചന ശക്തിയില്ലാത്ത നായ്ക്കൾ വന്ന് മൂത്രം ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾ അനുവദിക്കുമോ? ഇല്ലല്ലോ, ആട്ടി ഓടിക്കും. അപ്പോൾ അവിടെ എന്ത് മനസ്സിലാക്കണം? വിവേചന ശക്തിയില്ലാത്ത നായ്ക്കളേക്കാൾ മോശമായ പേ പിടിച്ച നായ്ക്കൾ വരെ അത്തരത്തിലുള്ള മനുഷ്യ ലോകത്ത് തീർച്ചയായും ഉണ്ട്. ജഡികരായ മനുഷ്യരുടെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ വിസർജ്യമൊക്കെ ഓപ്പറേഷൻ കൊണ്ട് ഇറക്കുന്നത് പോലെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, സാത്താൻ്റെ പോരാളികളെ സംബന്ധിച്ച് എൻ്റെ വീട് ഒരു ബ്ലൂ ഫിലിം പോലെ അവതരിപ്പിക്കുക അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിക്കില്ല. ആരൊക്കെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഒരു കാട്ടിൻ്റെ അകത്ത് സിംഹം, പുലി, കടുവ, കുറുക്കൻ അങ്ങനെ പല ഹൃംസജന്തുക്കളും ഉണ്ടാകും. അവിടെ ഒരു മാൻപേട ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ വേട്ടയാടി കൊന്നു തിന്നാൻ അവരാഗ്രഹിക്കും. ആ മാൻകിടാവിനെ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ആ വ്യക്തിയെ വീഴ്ത്താൻ വേണ്ടി അവർ ശ്രമിക്കാനുള്ള പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കും. അത്തരം ഹൃംസജന്തുക്കൾ, പരിണാമത്തിൽ മാത്രം വിശ്വസിക്കുന്ന അത്തരം ഹൃംസജന്തുക്കൾ നാട്ടിലും ഉണ്ട്. അതാദ്യം മനസ്സിലാക്കണം. ഞാൻ താമസിക്കുന്ന ദേശത്തുള്ള എല്ലാ വ്യക്തികളും നല്ലവരാണ്, ഞാൻ മാത്രം മോശമാണെന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റുമോ? ബൈബിൾ അങ്ങനെയല്ലല്ലോ പഠിപ്പിക്കുന്നത്. ഭൂരിപക്ഷത്തോടൊപ്പം തിന്മ ചെയ്യരുത്. ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിലാണ്, ചെറിയൊരു അവശിഷ്ടം മാത്രമേ നല്ലതായിട്ടുള്ളൂ എന്ന് പറയുന്നത് ബൈബിള്. ആ വലിച്ചേറിയ ഭാഗത്തിന് നിങ്ങൾക്ക് തക്കതായ ഒരു ന്യായീകരണം പറയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ബൈബിളിനെ വെറും കഥാപുസ്തകമായി കരുതുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നാട്ടിലും കാട്ടിലും മാത്രമല്ല പോലീസ് സ്റ്റേഷനകത്തും ഹൃംസജന്തുക്കളും ഉണ്ട്. എങ്ങനെ പറയാം? ഭാവനയെ പറയാൻ പാടില്ല. എന്നാൽ എൻ്റെ മകൾ അങ്ങനെ ദർശനം കണ്ടിട്ടുണ്ടോ ഇല്ലയോ, അതിനെക്കുറിച്ചാണ് അടുത്ത ഭാഗം. ഏതായാലും ഓരോ മുത്തുകൾ, അത് പല മുത്തുകളാകുമ്പോൾ തീർച്ചയായും ഒരു മാല കോർക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു വിലങ്ങെങ്കിലും തീർച്ചയായും ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ വീഡിയോയിൽ ഒരു മുത്തെങ്കിലും ഉണ്ട്, ആ ബൈബിളിൻ്റെ ഭാഗം. അടുത്ത വീഡിയോയിലും അടുത്തൊരു മുത്തുണ്ടാവും, ഉറപ്പാണ്.